ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൽദ്വീപ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. മാൽദ്വീപ്സ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 5ാം ദിവസവും പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള റിട്ടേണിംഗ് ഓഫീസറായി രാജ്യസഭാ സെക്രട്ടറി ജനറലിനെ നിയമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജയിൽ ചാടിയ സൌമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി പോലീസ് പിടിയിൽ. തായ്ലന്റ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ മാൽദ്വീപ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. മാൽദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു വെലാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. മാൽദ്വീപ്സ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിന്റെ പുരോഗതി നേതാക്കൾ വിലയിരുത്തും. വിവിധ ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. മാൽദ്വീപ്സ് സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 60ാം വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നാളെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. ഇന്ത്യ മാൽദ്വീപ്സ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവസരമൊരുക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇത് 3ാം തവണയാണ് ശ്രീ മോദി മാൽദ്വീപ്സ് സന്ദർശിക്കുന്നത്. അയൽപക്ക രാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന ഇന്ത്യൻ നയത്തിലും മഹാസാഗർ ദർശനത്തിലും അതീവ പ്രാധാന്യമാണ് മാൽദ്വീപ്സിന് ഉള്ളത്. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് വ്യവസായ സംഘടനകൾ. കയറ്റുമതിയും നിക്ഷേപവും വലിയ തോതിൽ വർദ്ധിക്കാൻ സഹായിക്കുന്ന നിർണായക ചുവടുവയ്പ്പാണിതെന്ന് സിഐഐ, ഫിക്കി തുടങ്ങിയ കൂട്ടായ്മകൾ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുകെ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് ഇരു രാജ്യങ്ങളും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചത്. വ്യാപാരം, നിക്ഷേപം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നാഴികക്കല്ലാണ് കരാറെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 2030ഓടെ $120 ബില്യൺ ഉയർത്താൻ സ്വതന്ത്ര വ്യാപാര കരാർ സഹായിക്കും. വർഷകാല സമ്മേളനത്തിന്റെ 5ാം ദിവസവും പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യൻ സായുധ സേനയുടെ ത്യാഗങ്ങളെ കാർഗിൽ വിജയ് ദിവസിന് മുന്നോടിയായി ലോക്സഭ അനുസ്മരിച്ചു. രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീര സൈനികരുടെ ത്യാഗങ്ങളെ രാജ്യം എക്കാലവും ഓർമ്മിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർല പറഞ്ഞു. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. कल दिनांक 26 जुलाई को संपूर्ण राष्ट्र भारतीय सेना के अदम्य साहस, वीरता और पराक्रम के अमर प्रतीक कारगिल विजय दिवस की 26वीं वर्षगांठ मना रहा है. कारगिल युद्ध में हमारी सेना ने कठिन भौगोलिक बाधाओं, प्रतिकूल मौसम का सामना करते हुए राष्ट्रीय संप्रभुता और अखंडता की रक्षा में अपनी असाधारण वीरता, अदम्य साहस, शौर्य और संकल्प का परिचय दिया और अनंत विजय प्राप्त की है. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് ചോദ്യോത്തരവേളയ്ക്കിടെ ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. തുടർന്ന് സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. പ്രശസ്ത നടൻ കമലഹാസൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനും രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. SR ശിവലിംഗം, രാജാത്തി, പി വിൽസൺ എന്നിവരും ഡിഎംകെയെ പ്രതിനിധീകരിച്ച് രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള റിട്ടേണിംഗ് ഓഫീസറായി രാജ്യസഭാ സെക്രട്ടറി ജനറലിനെ നിയമിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറിയെയും ഡയറക്ടറെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായും കമ്മീഷൻ നിയമിച്ചു. ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും രാജിവച്ച സാഹചര്യത്തിലാണ് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തമിഴ്നാട്ടിലെത്തും. തൂത്തുക്കുടിയിൽ 4800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം നാളെ തുടക്കം കുറിക്കും. തൂത്തുക്കുടി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, വിവിധ ദേശീയപാതാ പദ്ധതികൾ, റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തൂത്തുക്കുടി ചിദംബനാർ തുറമുഖത്തിലെ 3ാമത്തെ നോർത്ത് കാർഗോ ബർത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും.
നിരോധിത ഉള്ളടക്കം പ്രദർശിപ്പിക്കുന്ന 25 വെബ്സൈറ്റുകൾ നിരോധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഐടി നിയമങ്ങളുടെയും ഭാരതീയ ന്യായ സംഹിതയുടെയും വിവിധ വകുപ്പുകളുടെ ലംഘനമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവയിലേക്കുള്ള പ്രവേശനം നിരോധിക്കാൻ ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സൌമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിയെ പിടികൂടി. ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ തളാപ്പിലെ LIC ഓഫീസിന് പിറകുവശത്തെ ഒഴിഞ്ഞ വളപ്പിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. നിറയെ വെള്ളമുള്ള കിണറ്റിൽ അള്ളിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു ഗോവിന്ദചാമി. ഇന്ന് പുലർച്ചെ 4:15-നും 6:30-നും ഇടയിലാണ് അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി മതിൽ ചാടിയത്. ജയിലിന്റെ കിഴക്കുവശത്തെ 7 അടിയോളം ഉയരത്തിലുള്ള മതിലും അതിനു മുകളിലുള്ള കമ്പിവേലിയും ചാടിക്കടന്നുകൊണ്ടാണ് ഗോവിന്ദചാമി ജയിൽ കടന്നതെന്ന് കരുതുന്നു. മതിലിനോട് ചേർന്ന് 2 മീറ്ററോളം നീളത്തിലുള്ള ബെഡ്ഷീറ്റും തൂങ്ങിക്കിടക്കുന്നുണ്ട്. തുടർന്ന് വ്യാപകമായ പരിശോധനയിലാണ് LIC ഓഫീസിന് സമീപത്തെ കിണറിൽ നിന്ന് ഗോവിന്ദചാമിയെ പിടികൂടിയത്. ഇയാളെ കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ജയിൽ ചാടുന്നതിന് നേരത്തെ തന്നെ ഇയാൾ ആസൂത്രണം നടത്തിയതായി കരുതുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ വിവിധ സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി വൈകുന്നേരം ചർച്ച നടത്തും. മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. അതേസമയം സമയമാറ്റത്തിൽ മതസംഘടനകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് BJP നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തായ്ലന്റ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് തായ്ലന്റിലെ ഇന്ത്യൻ എംബസി. തായ്ലന്റിലെ 7 പ്രവിശ്യകളിലാണ് തായ്ലന്റ് ടൂറിസം അതോറിറ്റി വിനോദസഞ്ചാരികൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചത്. സംഘർഷങ്ങളിൽ ഇതുവരെ 14 തായ് പൌരന്മാർ കൊല്ലപ്പെടുകയും 46 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച നടന്ന കുഴിബോംബ് സ്ഫോടനത്തിൽ 5 തായ് സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. രാജസ്ഥാനിലെ ഝാലാവാർ ജില്ലയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ 5 കുട്ടികൾ മരിച്ചു. 20-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിപ്ലോഡിയിലെ സർക്കാർ അപ്പർ പ്രൈമറി സ്കൂളിൽ ഇന്ന് രാവിലെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ 10 കുട്ടികളെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന സമയത്ത് 50ഓളം കുട്ടികൾ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 124-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ 1-ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 225 റൺസ് എന്ന നിലയിലാണ്. 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 358 റൺസാണ് നേടിയത്. ഇംഗ്ലണ്ടിന്റെ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30-ന് പുനരാരംഭിക്കും. ജോർജിയയിലെ ബറ്റുമിയിൽ നടക്കുന്ന ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ 2 ഇന്ത്യൻ താരങ്ങൾ ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്, കൊനേരു ഹംപി എന്നിവരാണ് നാളെ നടക്കുന്ന ആദ്യ ഫൈനൽ ഗെയിമിൽ മത്സരിക്കുന്നത്. 2ാം ഗെയിം മറ്റന്നാൾ നടക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇറാൻ യൂറോപ്യൻ യൂണിയൻ ആണവ ചർച്ചകൾ തുർക്കിയിലെ ഇസ്താംബൂളിൽ ഇന്ന് നടക്കും. ഇറാൻ ഉദ്യോഗസ്ഥരും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് 3 യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് ചർച്ച. പലസ്തീനെ രാഷ്ട്രമെന്ന നിലയിൽ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. മധ്യേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഫ്രാൻസ് ഈ പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം തീരുമാനത്തെ വിമർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രംഗത്തെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൽദീവ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. മാൽദീവ്സ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 5ാം ദിവസവും പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള റിട്ടേണിംഗ് ഓഫീസറായി രാജ്യസഭാ സെക്രട്ടറി ജനറലിനെ നിയമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജയിൽ ചാടിയ സൌമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി പോലീസ് പിടിയിൽ. തായ്ലന്റ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.